Good afternoon to all. Good afternoon, miss. Good afternoon, miss. Yeah, good afternoon. Okay. So, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? ലഞ്ച് ഒക്കെ കഴിച്ചതാണല്ലോ. Have you had lunch? Yeah, okay. Okay. അപ്പൊ ഉറക്കം വരുമോ? ഉറക്കം വരില്ലല്ലോ അല്ലേ? നിങ്ങൾ ലഞ്ച് കഴിക്കാത്ത എന്താ? ഉറക്കം വരുന്നതുകൊണ്ടാണോ ലഞ്ച് കഴിക്കാത്തത്? അങ്ങനെ ഏതോ ഒരു ബാച്ചിൽ എന്നോട് സ്റ്റുഡൻസ് പറഞ്ഞേ. അങ്ങനെയാണോ? ആണോ? അല്ലെങ്കിൽ അല്ല. നോ. സമയമായിട്ടില്ല. നോ എന്ന് പറയുന്നില്ല, എസ് പറയുന്നത് എന്തെങ്കിലും ആവട്ടെ. കഴിച്ചു. ഞാൻ കഴിച്ചു. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ വർത്തമാനം പറയുന്നത് ഞാൻ. ഓക്കെ, അതായത് ജോയിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചാണ്. ഓക്കെ, ക്ലിയർ? ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പൊ അവരെ കുറിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ അല്ലേ? ഇനി അവർക്ക് ഡൗട്ട്സ് വരും. Good afternoon, miss. Good afternoon. Then കണ്ടോ? ഓ, എല്ലാരും കറക്റ്റ് ടൈമിന് ജോയിൻ ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തു. ടീച്ചർ വരാൻ പ്രശ്നമില്ല. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീജ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഇല്ല, മറന്നോ? ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ, എക്സാം അല്ലാതെ ഞാൻ പറഞ്ഞില്ല. ഇല്ല അല്ലേ? ചില സമയത്തൊക്കെ റിലേറ്റഡ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ്സിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറുന്നോണ്ട് ക്ലാസ്സിൽ എന്തൊക്കെ പറയുന്നത് പോലെ സംശയം വരും ചില സമയത്ത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. So today we are going to discuss about the continuation of the chapter 12, Operation Theatre. Clear? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോളിസി ടു എൻറ്റർ അല്ലെ, എന്തൊക്കെ പോളിസീസ് ആണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുവരെയും എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ്. യെസ്, ഓക്കെ. So the next topic, we are moving on. The next topic is each operating room varies depending on the type of surgery being done. അതായത് ഇപ്പോ ഓപ്പറേറ്റിംഗ് റൂംസ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഓപ്പറേറ്റിംഗ് റൂംസ് ഉണ്ട്. അത് ഏതൊക്കെ സർജറി ആണ്, ടൈപ്പ് ഓഫ് സർജറി ബേസ് ചെയ്തിരിക്കും. അപ്പോ ഓരോ ഓപ്പറേറ്റിംഗ് റൂമിന്റെ സ്ട്രക്ചർ ആണെങ്കിലും എല്ലാം എക്യുപ്മെന്റ്സ് ആണ്. ഒരു സർജറി ബേസ് ചെയ്തിരിക്കും. എന്തൊക്കെ സർജറിയിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ആവശ്യം അല്ലെ? അപ്പൊ ഓപ്പറേറ്റിംഗ് റൂംസ് അത് കുറച്ചുകൂടെ വേരിയസ് ആയിരിക്കും ഡിപ്പെൻഡിങ് ഓൺ ടൈപ്പ് ഓഫ് സർജറി ബീങ് ഡൺ. ക്ലിയർ? അതിനെ കുറിച്ച് പോയിന്റ്സും അതിനെ കുറിച്ച് എന്തൊക്കെയാണ് നോക്കാം. The first one, the operating table in the center of the room should be able to raise, lower and tilt in any directions. ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ടേബിൾ ഉണ്ടോ? ടേബിൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ക്ലാസ്സിൽ. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ ഡെലിവറി ടൈമിലാണ് കേട്ടോ. അവിടെ ടേബിൾ ഉണ്ടാവും. ഓക്കെ, അറിയാമോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. അറിയോ? എന്നാ എന്തിലാവട്ടെ. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസ് മസ്റ്റ് ആണ് കേട്ടോ. റെസ്പോൺസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ആസ് എ ടീച്ചേഴ്സിന് ഓക്കെ അതിന് റെസ്പോണ്ട് ചെയ്യണം മസ്റ്റ് ആയിട്ട് കേട്ടോ. ഓക്കെ, സോ അപ്പൊ ആ ഓപ്പറേറ്റിംഗ് റൂമിലെ ടേബിള് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. കാരണം നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് റേസ് ചെയ്യാം.
ഉയർത്താനും ലോവർ താഴ്ത്താനും ടിൽറ്റ് ചരിക്കാനും പറ്റും. അത് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ചരിക്കാനും ഉയർത്താനും താഴ്ത്താനും പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്ലെക്സിബിൾ ടേബിൾ ആയിരിക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ സെന്ററിൽ ഉണ്ടാകുക. ക്ലിയർ ആണോ? മനസ്സിലായോ? The next part. The operating room lamps allows for brilliant illumination without shadows in the case of surgery. നല്ല വെട്ടവും വെളിച്ചവും വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിൽ നല്ല വെട്ടവും വെളിച്ചവും ഉണ്ടായിരിക്കണം. ഷാഡോസ് ഒന്നും വരാൻ പാടില്ല, നിഴലൊന്നും വരാൻ പാടില്ല. ആ തരത്തിലായിരിക്കും അവിടെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടത്. നമുക്കറിയാലോ എങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ ഏകദേശം ഫിലിമിലാണോ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് നേരിട്ട് അനുഭവം ഇല്ലെങ്കിൽ പോലും മൂവീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? സോ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഷാഡോസ് വരരുത്. ആ തരത്തിലായിരിക്കും അവിടെ ലൈറ്റ്സും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, the operating room lamps allow for brilliant illumination without shadow in the case of surgery. അങ്ങനത്തെ ഒരു ആ ടൈപ്പ് ഓഫ് ലാംപ്സ് ആയിരിക്കും. ലാമ്പ് മീൻ ലൈറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ടൈപ്പ് ഓഫ് ലാമ്പ് ആയിരിക്കും അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ഇതിന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ പറ്റും അല്ലെ? And the third point, patient will be linked to different monitors that keep track of vital signs. These consist of your heart rate and pressure, blood pressure. അതായത് പേഷ്യൻസ് ഓരോ മോണിറ്റേഴ്സ് ആയിട്ടും ലിങ്ക്ഡ് ആയിരിക്കും. മനസ്സിലായോ? നമ്മുടെ ഹെഡ് റേറ്റ് അറിയുന്ന മോണിറ്റർ വേറെ ആയിരിക്കും, ബ്ലഡ് പ്രഷർ നോക്കുന്ന മോണിറ്റർ വേറെ ആയിരിക്കും. സോ ഓരോ മോണിറ്റേഴ്സിലും ഈ പേഷ്യൻസ് ലിങ്ക്ഡ് ആയിരിക്കും, ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. സോ ആ ലിങ്ക് ചെയ്യുന്നതിലൂടെ, ആ മോണിറ്റേഴ്സ് നമുക്ക് വാച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് വൈറ്റൽ സയൻസ്, നമുക്ക് ഇമ്പോർട്ടന്റ് ലക്ഷണങ്ങൾ അല്ലെ, സയൻസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഓരോ മോണിറ്റേഴ്സിലും നമ്മുടെ പേഷ്യൻസിനെ ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, അതിലൂടെ നമുക്ക് നമ്മുടെ പേഷ്യൻസിന്റെ ഹേർട്ട് റേറ്റോ അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ റേറ്റോ ഇതെല്ലാം നമുക്ക് എന്താണ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ഹെഡ് റേറ്റ് ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലോ ആകുന്നുണ്ടെങ്കിലോ അതുപോലെ BP കുറയുന്നുണ്ടെങ്കിലും കൂടുന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ആ സർജറി ചെയ്യുന്ന സമയത്ത് നമുക്കതൊക്കെ മോണിറ്ററിലൂടെ നമുക്ക് എല്ലാം വാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? മൂന്ന് പോയിന്റ് മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് the fourth point is a ventilator or breathing machine stands. Vital means important, പ്രധാനപ്പെട്ട signs. ഓക്കെ, ലക്ഷണങ്ങൾ. ലക്ഷണമല്ല, സിംറ്റംസ് എന്ന് പറയാം. സയൻസ് അറിയാലോ, എന്തായാലും പറയാം. അടയാളങ്ങൾ എന്നോ നമുക്ക് പറയില്ല, അത് തന്നെയാണ്, ലക്ഷണങ്ങൾ തന്നെയാണ്, വേറെ ഇതിൽ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ്, a ventilator or breathing machine stands close to the heart of the operating table. അതായത് നമുക്ക് വെന്റിലേറ്റർ എന്താണ്? ബ്രീത്തിങ് മെഷീൻ ആണ്. സപ്പോസ് പേഷ്യൻസിനെ ബ്രീത്ത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വെന്റിലേറ്റർ കണക്ട് ചെയ്യും അല്ലെ? ബ്രീത്തിങ് കുറച്ചുകൂടെ നമ്മൾ മെഷീന്റെ സഹായത്തോടു കൂടി പേഷ്യൻസിന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൈൻഡ് ഓഫ് മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ മെഷീൻ എവിടെ ആയിരിക്കണം? ക്ലോസ് ടു ദ ഹെഡ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ ഹെഡില്, അതായത് നമ്മൾ മലയാളത്തിൽ പറയാൻ തലക്കും ഭാഗത്ത് എന്നൊക്കെ പറഞ്ഞു സ്ഥലത്ത് അല്ലെ, ആ ടേബിളിന് ആ ഹെഡിലായിട്ട് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണം. ആ മെഷീൻ അവിടെ ആയിരിക്കണം. ടേബിളിന്റെ ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെഡ് അവിടെ ആയിരിക്കും അല്ലെ, നമ്മൾ തലവെക്കുന്ന അവിടെ ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് നമുക്ക് ബ്രീത്തിങ് എന്തെങ്കിലും അങ്ങനെ ഡിഫിക്കൽസി വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ എളുപ്പത്തിലാണ് അവിടെ പ്ലേസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, if the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in and out of your lungs. അതായത് അനസ്തീഷ്യ ജനറൽ അനസ്തീഷ്യ കൊടുത്ത സമയത്ത് പെട്ടെന്ന് അറിയാം പേഷ്യന്റ് ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ അൺകോൺഷ്യസ് ആകാം, ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഫേസ് ചെയ്യുന്ന വരാം പേഷ്യൻസ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട്. സോ ആ ടൈമിൽ പേഷ്യൻസിന് ഓക്സിജൻ നമുക്ക് ശ്വസിക്കാനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടാനും, അതായത് ശ്വസിക്കാനും ബ്രീത്ത് ചെയ്യാനും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന വെന്റിലേറ്റർ യൂസ് ചെയ്യും. അങ്ങനെ വെന്റിലേറ്റർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ആക്സസിബിൾ ആകാൻ വേണ്ടി നമ്മൾ തൊട്ട് ആ ടേബിളിന്റെ തലയുടെ സൈഡിൽ തന്നെ നിയർ തൊട്ടടുത്തായിട്ട് പ്ലേസ് ചെയ്യും. അത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ആ ടൈമിൽ സർജറി ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പേഷ്യൻസ് ഫീൽ ചെയ്യാനുണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മെഷീൻ അല്ലെങ്കിൽ അങ്ങനത്തെ മെഷീൻ അവിടെ പ്ലേസ് ചെയ്യുന്നത്.
ക്ലിയർ? ബ്രീതിങ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്ത് സർജറി ചെയ്താലും ശ്വാസം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഓർഗൻസ് അല്ലെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഓക്സിജൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വെന്റിലേറ്റർ മെഷീൻ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആ പോയിന്റ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ജേർം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ടു ബി യൂസ്ഡ് ഡ്യൂറിംഗ് സർജറി. സർജറി ചെയ്യുന്ന സമയത്ത് ജേർം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നു യൂസ് ചെയ്യേണ്ടത്. കാരണം ബാക്ടീരിയാസോ ഫംഗസോ ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരിക്കലും എന്താണ് ക്ലീൻ ചെയ്യാത്ത സ്റ്റെറൈൽ ചെയ്യാത്ത ഇൻസ്ട്രുമെന്റ്സ് ഒന്നും നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പാടില്ല. അതിവിടെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജേർം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, a diathermy machine to control bleeding usually is present. ഇനിയിപ്പോ സപ്പോസ് നമുക്ക് ഡെലിവറി ഇപ്പോഴും മൈൻഡിൽ അത് മാത്രമേ ഉള്ളൂ. സർജറി ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടായെന്ന് വിചാരിക്കും അല്ലെ, എക്സസീവ് ബ്ലീഡിങ് വരാണെങ്കിൽ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? ആ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഡയതേർമി മെഷീൻ എന്ന് പറയുന്നത്. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീനാണ് ഡയതേർമി മെഷീൻ. ഓക്കെ, ഇപ്പൊ ഡയതേർമി മെഷീൻ അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. ക്ലിയർ? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ ഇമ്പോർട്ടൻസ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന ഒരാളല്ല കേട്ടോ, പക്ഷെ നിങ്ങൾ ഇതെല്ലാം പഠിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ ഇതെല്ലാം ഇമ്പോർട്ടന്റ് അല്ലേ അല്ലേ? ഈ പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്, അത് അണ്ടർലൈൻ ചെയ്യൂ എന്ന് ഞാൻ ഒരിക്കലും ഒരു ക്ലാസ്സിൽ പറയാറില്ല കേട്ടോ. ഞാൻ എടുക്കുന്ന ക്ലാസ്സിന് ഓക്കെ ആണോ? ഞാൻ പറയുന്ന പോയിന്റ്സ് അതൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇനി എക്സാമിന് ആണെങ്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് ഞാൻ ആ ടൈമില് എക്സാമിന് വേണ്ടി മാത്രം ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അന്ന് മാത്രം ഞാൻ ശരിക്കും ഇമ്പോർട്ടൻസ് പറയാറുള്ളൂ കേട്ടോ. അല്ലാതെ ഒരു ക്ലാസ്സിൽ ഞാൻ ഇത് എന്ന പോയിന്റ് അപ്ലൈ ചെയ്യണം, ഇന്ന പോർഷൻ നോക്കണം എന്നൊന്നും ഞാൻ പറയാറില്ലേ. അത് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ഓക്കെ, ശരിക്കും പറയുന്നത് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. ഓക്കെ, മനസ്സിലാക്കി മാത്രം പഠിക്കണം. അല്ലാതെ നമ്മൾ ഇപ്പോഴേ എക്സാമിന് വേണ്ടി ഒരു കാര്യം പഠിക്കരുത്. ഓക്കെ, നമ്മൾ ഇതുവരെയും പഠിച്ചത് എക്സാമിന് വേണ്ടിയാണ്, ഇനി മുതൽ എക്സാമിന് വേണ്ടി പഠിക്കരുത്. നമ്മുടെ കരിയർ ആണ് അല്ലെ. നമ്മുടെ ഈ കോഴ്സ് പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റ് ആയിട്ട് മാത്രം ജോലിക്ക് അപ്ലൈ ചെയ്തെന്നെ കിട്ടും. ഇനി ജോലി കിട്ടിയെന്ന് വിചാരിക്കും. നമ്മൾ പഠിച്ച ഒന്നും നമുക്ക് ഓർമ്മയില്ല, നമ്മൾ പഠിച്ചിട്ടേ ഇല്ല, എങ്ങനെയോ പാസ്സായതാണ്. നമുക്ക് ആ ജോലിക്ക് നമ്മൾ കയറിയത് കൊണ്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? ഒന്നുമില്ല. അപ്പോ മനസ്സിലാക്കേണ്ടത് എക്സാമിന് വേണ്ടി നിങ്ങൾ ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഇതൊക്കെയാണ് എന്ന് പഠിക്കുക. അല്ലാതെ ഇതെല്ലാം മനസ്സിലാക്കി വെക്കണം. കാരണം ഇതിന്റെ ഒരു ഇതിന്റെ റിസൾട്ട് കിട്ടുന്ന എപ്പോഴാണെന്നറിയും? നിങ്ങൾ ജോലിക്ക് കയറി നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ കോഴ്സ് പഠിച്ചതുകൊണ്ട് യൂസ്ഫുൾ ആവാം. മനസ്സിലായോ? അതായത് ഞാൻ പഠിച്ചു പാസ്സായി എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ഞാൻ ടോപ്പർ ആണ് അതുകൊണ്ടൊന്നൊരു കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഓരോ കാര്യങ്ങളും എപ്പോഴും നമ്മൾ ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി മാത്രം പഠിക്കേണ്ടതാണ്, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. ഓക്കെ, ക്ലിയർ? ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന, ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. അതായത് എക്സാമിന് വേണ്ടി ഒരിക്കലും പഠിക്കരുത്. പണ്ടത്തെ എക്സാമിന് വേണ്ടി ഞാൻ അത് ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഹൗസ് വൈഫ്സ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് തിരക്കും കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനിടയിൽ ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തവരാണ് എന്ന് എനിക്ക് അറിയാം. ഞാനും ഒരു ഹൗസ് വൈഫാണ്, എനിക്കറിയാം എത്രത്തോളം തിരക്കുണ്ട്, ഒരു കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കാം അറിയാം. അതിനിടയിൽ നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ഒരു ജോലി വേണമെന്ന ആഗ്രഹത്തോടു കൂടി വന്നു വരാം. അപ്പോ എക്സാമിനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ എടുക്കില്ല. എന്റെ പോർഷൻ എനിക്ക് എന്റെ കാര്യം മാത്രമല്ല ഗ്യാരണ്ടി പറയാൻ പറ്റും. എന്റെ പോർഷൻ ഞങ്ങൾക്ക് എക്സാമിന് വേണ്ടി അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് ആ ടൈമിൽ വന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് എന്റെ ക്ലാസ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എന്റെ ക്ലാസ് മാത്രമല്ല ബാക്കി എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഓക്കെ, എക്സാമിന് വേണ്ടി ഒരു ചെറിയ അഡ്വൈസ് ഞാൻ പറഞ്ഞുതരാം. മോക്ക് ടെസ്റ്റ് എപ്പോഴും വരുന്നത്, സോറി ടേം 1 ടേം 2 വരുന്നത് എപ്പോഴും മോക്ക് ടെസ്റ്റുകളുണ്ടായിരിക്കും, ടെസ്റ്റ് വരാം. ഓക്കെ, ആൻഡ് മെയിൻ എക്സാം വരുന്നത് ഗൈഡിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു, ടെക്സ്റ്റുമായിട്ട് റിലേഷൻ ഉണ്ടായിരിക്കണം. ഓരോ സെന്റൻസും എവിടെയാണ്, ഓരോ സെന്റൻസ് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടിങ് ആയിട്ട് അത്രയും മാത്രം നിങ്ങൾ എക്സാമിന് വേണ്ടി ചെയ്താൽ മതി. ബാക്കി എല്ലാ കണ്ടന്റും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. ക്ലിയർ? ഇപ്പൊ ഈ ഡയതേർമി മെഷീൻ അത് എക്സാമിന് മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഡയതേർമി മെഷീൻ എന്തിനാണ്? ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ. എപ്പോഴും അത് ഓർമ്മയുണ്ടായിരിക്കും. അങ്ങനെ പഠിക്കാം. ഓക്കെ, അല്ല ടെക്സ്റ്റ് വായിക്കുമ്പോൾ മാത്രം അതെന്താണെന്ന് പഠിക്കരുത്, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റിൽ പോവാണേ.
If the surgery requires it, a heart lung machine or other specialized tool may be brought into the room. സർജറിക്ക് ആവശ്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കിട്ടില്ലാതെ കിട്ടുമോ ഇപ്പോൾ. അപ്പോൾ സർജറിക്ക് എന്തെങ്കിലും മെഷീൻസ് ആവശ്യമാണ്, ഹേർട്ടും ലങ് മെഷീൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ആവശ്യമാണെങ്കിൽ ആ ടൂൾസും അല്ലെങ്കിൽ ആ മെഷീൻസ് റൂമിലേക്ക് ബ്രിങ് ചെയ്യേണ്ടതാണ്, കൊണ്ടുപോകേണ്ടതാണ്, അല്ലെങ്കിൽ ആ റൂമിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. മനസ്സിലായോ? ഇനി ആ റൂമിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് അവിടെ റൂമിൽ എത്തിച്ചു കൊടുക്കേണ്ടതാണ്. മനസ്സിലായോ? Then the operating room will likely to call to reduce bacterial growth. പറഞ്ഞാണ് അല്ലെ, ഈ ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് ഭയങ്കര ഹൈലി കോൾഡ് ആയിരിക്കും. അത് മെയിൻലി എന്താണ്, ബാക്ടീരിയൽ ഗ്രോത്ത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അങ്ങനെ ആ ഒരു കൂളിംഗ് ടെമ്പറേച്ചറോടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് നമുക്ക് ആസ് എ പേഷ്യന്റ് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി, ക്ലിയർ ആണെന്നെങ്കിൽ ടെക്സ്റ്റ് ഇല്ലാന്നല്ലേ പറഞ്ഞേ, വായിച്ചു നോക്കട്ടോ. സെക്കൻഡ് പോയിന്റ്, ഓപ്പറേറ്റിംഗ് റൂം ലാംപ്സ്. ഓപ്പറേഷൻ റൂമിൽ ലാംപ്സ് എന്താണ്, ലാമ്പ് എന്ന് പറയാൻ ലൈറ്റ് ആണ്. അൽവോ ഫോർ ബ്രില്യന്റ് ഇലുമിനേഷൻ. ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെളിച്ചുണ്ടായിരിക്കണം, ബ്രില്യന്റ് ഇലുമിനേഷൻ ആയിരിക്കണം, ഭയങ്കര വെളിച്ചുണ്ടായിരിക്കണം. വിത്തൗട്ട് ഷാഡോസ്, നിഴല് പോലും വരാത്ത രീതിയിലുള്ള വെളിച്ചം അവിടെ ഉണ്ടായിരിക്കണം, വെട്ടം ഉണ്ടായിരിക്കണം, ലൈറ്റ് ഉണ്ടായിരിക്കണം. ആ രീതിയിലായിരിക്കണം അവിടെ ലൈറ്റ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്യേണ്ടത്. കാരണം സർജറി ചെയ്യുന്ന സമയത്ത് ഷാഡോസ് ഒന്നും വരാൻ പാടില്ല. അങ്ങനെ ഷാഡോ വന്നാൽ എന്ത് പറ്റും, ആ സർജറി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ നല്ല അത്യാവശ്യമാണ്, അവിടെ വെളിച്ചം ആവശ്യമാണ്. സോ ആ രീതിയിലായിരിക്കും അവിടെ ലൈറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ലാമ്പ് എന്ന് പറഞ്ഞ ലൈറ്റ്സ് ആണ്, ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെളിച്ചമായിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. Hello. ഇന്നലെ എടുത്തതിൽ സെപ്സിസ് എന്ന് പറയുന്നത് ഒരു ഇന്നലെ തന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. അസെപ്സിസ് ആണോ സെപ്സിസ് ആണോ? അസെപ്സിസ് ആണെങ്കിൽ അത് ജോംഫ്രി ഏരിയനെ പറയുന്നതാണ് കേട്ടോ. അസെപ്സിസ് ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോബയോംസ്. രോഗം പരത്തുന്ന തരത്തിലുള്ള ബാക്ടീരിയാസോ അല്ലെങ്കിൽ ആബ്സെൻസ് അതിനെയാണ് ഈ അസെപ്സിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അസെപ്സിസ് ജോംഫ്രി ആണ്. ഓക്കെ, സെവൻത് ഒന്നുകൂടെ പറയൂ. സെവൻത് പോയിന്റ് ആണ്. ഏതാണ് സെവൻത്? If the surgery requires it, a heart lung machine. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ടെക്സ്റ്റ് ചിലപ്പോൾ വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകില്ലെന്ന് വരാം. ഓക്കെ, അത് ചില സെന്റൻസുകൾ അങ്ങനെയാണ് പ്രത്യേകിച്ച്. നിങ്ങൾ എത്രയേ ഉള്ളൂ, നിങ്ങൾ വായിക്കുന്നത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ടാകാം, പക്ഷെ അങ്ങനെ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആ സെവൻത് പോയിന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. If the surgery requires it, a heart lung machine or other specialized tool may be brought into the room. എന്താണ് മനസ്സിലാക്കേണ്ടത്? If the surgery requires, എന്താണ് requires-ന്റെ മീനിങ്? If-ന്റെ മീനിങ് എന്താണ്? എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയാം. ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്, എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമ്മൾ മീനിങ് പറയുന്നത് എവിടെ നിന്നാണെന്ന് അറിയാം.
നിങ്ങൾ വിചാരിക്കും ഫസ്റ്റ് തന്നെ നമ്മൾ മീനിങ് മനസ്സിലാക്കും. അങ്ങനെയല്ല. ഇംഗ്ലീഷ് സെന്റൻസ് എവിടെ നിന്ന് അവസാനിക്കുന്നോ അവിടെ നിന്നായിരിക്കും മലയാളം മീനിങ് സ്റ്റാർട്ട് ചെയ്യണം. ശ്രദ്ധിച്ചു വെച്ചോ. എന്നിട്ട് നിങ്ങൾ ആ മലയാളം മീനിങ് ഒന്ന് നോക്കി. ഇഫ് ദി സർജറി റിക്വയർസ് ഇറ്റ്, എ ഹേർഡ് ലങ് മെഷീൻ ഓർ അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾ മേ ബി ബ്രോട്ട് ഇൻ ദി റൂം. ഇനി മലയാളം മീനിങ് ഒന്ന് പറഞ്ഞിരിക്കും. ഇപ്പൊ ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ആയിക്കോട്ടെ, മെഷീൻസ് ആയിക്കോട്ടെ, ഹേർഡ് സർജറിക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻ, സ്പെഷ്യലൈസ്ഡ് ടൂൾ റൂമിലോട്ട് കൊണ്ടുവരിക, അതാണ് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് കോമൺ സെൻസ് യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാകില്ല എന്താണ് അത് ഉദ്ദേശിക്കണമെന്ന്. അങ്ങനെ പഠിക്കണം. കേട്ടല്ല? പക്കാ മീനിങ് പഠിക്കരുത്. അണ്ടത്തെ അങ്ങനെ മാത്രം നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിനെ അപ്രോച്ച് ചെയ്യും. ഓക്കെ. ഇംഗ്ലീഷ് സെന്റൻസ് എവിടെ അവസാനിക്കുന്നോ അവിടെ നിന്നായിരിക്കും മലയാളം മീനിങ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. ഈ ഹേർട്ടിനെ ലങ്ങിനെ അതെല്ലാം വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മെഷീൻസും സ്പെഷ്യലൈസ്ഡ് ടൂൾസും റൂമിലേക്ക് കൊണ്ടുവരണം എപ്പോഴാണ് സർജറിക്ക് ആവശ്യമായി വരികയാണെങ്കിൽ. അതാണ് മീനിങ്. ക്ലിയർ ആയോ? Yeah, that's all. Okay, വായിച്ചു കഴിഞ്ഞായിരുന്നോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണ് മിസ്, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. എങ്ങനെ പഠിക്കണമെന്ന് ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയോ? മൂന്നാമത്തെയോ? മൂന്നാമത്തെ third one. A patient will be linked to different monitors that keep track of vital signs. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരേണ്ടി വരുമോ? ഞാനെങ്കിൽ അതും പഠിപ്പിക്കാം. ആലോചിക്കട്ടെ. പേഷ്യന്റ് വിൽ ബി ലിങ്ക്ഡ്. ലിങ്ക് എന്താ? ലിങ്ക് എന്താ? കണക്ട് ചെയ്യുക. ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പാസ്റ്റ് ആയി. കണക്ട് ചെയ്തു എന്നാണ്, അല്ലെ? ഡിഫറെന്റ് മോണിറ്റേഴ്സിലേക്ക് പേഷ്യൻസിനെ ഡിഫറെന്റ് മോണിറ്റേഴ്സിലേക്ക് കണക്ട് ചെയ്തു, ലിങ്ക് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? കീപ് ട്രാക്ക് ഓഫ് വൈറ്റൽ സൈൻസ്. എന്തെങ്കിലും അവിടെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യണം, അല്ലെ? സോ കീപ് ട്രാക്കിംഗ്. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിനെ ഓരോ ഡിഫറെന്റ് മോണിറ്റേഴ്സിലേക്ക് ലിങ്ക് ചെയ്യും. ആ ലിങ്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന് ഇപ്പൊ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആകുന്നുണ്ട് എന്ന് പേഷ്യന്റ് നമുക്ക് പരിശോധിച്ച് നോക്കേണ്ടി വരും, അല്ലെ? അല്ലാതെ പേഷ്യന്റ് വന്ന് പറയൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന മോണിറ്ററിൽ കാണാൻ പറ്റും, വിസിബിൾ ആണ്. നിങ്ങൾക്ക് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആകുന്നെങ്കിൽ അവിടെ വിസിബിൾ ആയിരിക്കും. അങ്ങനെ ആ ട്രാക്ക് അല്ലെങ്കിൽ ആ സൈൻ അല്ലെങ്കിൽ വൈറ്റൽ സൈൻ അത് ട്രാക്ക് ചെയ്തുകൊണ്ട് പേഷ്യൻസിന് ട്രീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ആ സർജറിക്ക് അത് യൂസ്ഫുൾ ആണ്. അത്രയേ ഉള്ളൂ. എന്താണ് ആ പോയിന്റിൽ വരുന്നത്? ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, ബി പി ആയിക്കോട്ടെ, ബി പി ഒക്കെ ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അറിയാം? മോണിറ്റർ ചെയ്യണം, അല്ലേ? നിങ്ങളിപ്പോ ചിന്തിക്കേ, നിങ്ങളിപ്പോ ഓപ്പറേഷൻ തിയേറ്റർ ആണ്, ബട്ട് പേഷ്യന്റ് ഇവിടെ കിടക്കാണ്, സർജറിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആണ്, എല്ലാ ഡോക്ടേഴ്സ് ഉണ്ട്. അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ദാറ്റ്സ് ഓൾ. ക്ലിയർ? പിന്നെ ഇംഗ്ലീഷും പഠിപ്പിച്ചില്ലെങ്കിൽ വരും, അല്ലെ? വേണമെങ്കിൽ നോക്കാം കേട്ടോ. ജോബ്സ് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. ഇംഗ്ലീഷ് മനസ്സിലാവും. ഇതൊക്കെ പഠിക്കണമെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതെല്ലാം കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാംഗ്വേജ് സ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അതുകൊണ്ട് ഇംഗ്ലീഷ് ക്ലാസ് ആണ്, ഇംഗ്ലീഷിന് എക്സാം ഇല്ല എന്നൊക്കെ വിചാരിച്ച് ജോയിൻ ചെയ്യാതിരിക്കുകയാണ്. മണ്ഡലത്തിലാണേ. അതെ, ഇമ്പോർട്ടൻറ്റ്, പ്രധാനമായ എന്നാണ്. ഇതൊക്കെ സിനോണിംസ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിംസ് ആണ്. ഒരുപാട് സിനോണിംസ് പഠിച്ചാൽ കിട്ടുന്നുണ്ട്. ഓക്കെ. കഴിഞ്ഞു. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓരോരോ ഡിഫറെന്റ് സോൺ ഉണ്ട്. നമ്മള് പണ്ട് പറയില്ലേ, എന്തോ ഇത് കോവിഡ് ടൈമിലൊക്കെ പറയുമല്ലോ, എന്ത് സോണാണ്? അയ്യോ മറന്നു. പറയൂ, എന്ത് സോൺ ആയിരുന്നു അത്? ഓർമ്മയുണ്ടോ? എന്തോ
കണ്ടെയ്ൻമെന്റ് സോണ്. റെഡ് സോൺ. എന്തോ കേട്ടില്ല. കണ്ടെയ്ൻമെന്റ് സോൺ. അങ്ങനെ ഓരോ സോൺ, അതായത് ഓരോരോ സോൺ ഉണ്ട്. അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിലും ഓരോ സോൺ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഡേഞ്ചർ സോൺ, ഡാനിങ് സോൺ എന്നൊക്കെ പറഞ്ഞ ഓരോ സോൺ ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം കേട്ടോ. നമുക്ക് നോക്കാം, പ്രിൻസിപ്പൾസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേക്കോട്ടോ. ഓട്ടി സ്യൂട്ട് എന്ന് പറയുന്നത് ഓട്ടി റൂം തന്നെയാണ് കേട്ടോ. സ്യൂട്ട് എന്ന് പറയുമ്പോൾ ഡ്രസ് ആണെന്ന് മനസ്സിലാക്കിയത്. റൂം. The OT suit is a potential source of hospital infection in general and wound infection in particular. അതായത് ഇൻഫെക്ഷൻസ് സാധാരണയായിട്ട് ഇൻഫെക്ഷൻ വരുന്ന ഒരു സോഴ്സ് കൂടിയാണ് ഈ OT സ്യൂട്ട് എന്ന് പറയുന്നത്. അത് പുറത്തുനിന്ന് വരും, അകത്തുനിന്ന് വരും. മനസ്സിലായോ? വൂണ്ടിൽ നിന്നുള്ള ഇൻഫെക്ഷനും അതുപോലെ ജനറൽ ആയിട്ടുള്ള ഇൻഫെക്ഷനും വരാൻ ചാൻസ് ഉള്ള ഒരു ഉറവിടമാണ്, അല്ലെങ്കിൽ ഒരു സോഴ്സ് ആണ് ഈ പറയുന്ന OT എന്ന് പറയുന്നത്. മനസ്സിലായി? അതായത് ഓപ്പറേഷൻ ചെയ്യുന്ന പേഷ്യന്റിൽ നിന്ന് ഒരു ഇൻഫെക്ഷനും വരാം, ഹോസ്പിറ്റൽ മൊത്തം ഇൻഫെക്റ്റഡ് ആണ്. മനസ്സിലായോ? ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എടുക്കാണെന്ന് വിചാരിച്ചു. ആ ഹോസ്പിറ്റലിൽ നമ്മൾ തന്നെ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ ഭയങ്കര കോവിഡ് കഴിഞ്ഞപ്പോൾ ഈ മാസ്ക് വെച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ശരിയല്ലേ? പണ്ടങ്ങനെയായിരുന്നില്ല, പക്ഷെ ഇപ്പൊ അങ്ങനെയാണ്. കോവിഡ് കഴിഞ്ഞ ശേഷം എല്ലാവരും മാസ്ക് വെച്ചിട്ടാ വരുന്നത്. ചിലപ്പോ വെറുതെ ചുമ്മാ ഒരു സ്കിൻ ഡോക്ടറെ കാണാൻ വരാണെങ്കിൽ ഒരു മാസ്ക് വെക്കും. കാരണം എന്താ? അവിടെ വേറെ അസുഖങ്ങളുള്ള രോഗികൾ ഉണ്ടാവും. സോ അതിൽ നിന്ന് നമുക്ക് അസുഖം സ്പ്രെഡ് ആകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മാസ്ക് വെച്ചിട്ട് പോകും. അത്രയും കണ്ടാമിനേറ്റഡ് ഒരു സോണാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിലൊരു കൈൻഡ് ഓഫ് റൂം ആണ് എന്ത് OT എന്ന് പറയുന്നത്. അപ്പോ ഈ ഹോസ്പിറ്റലിൽ പറയുന്ന റൂമിന് പുറത്ത് മണബാധയുണ്ട്, റൂമിനകത്ത് മണബാധയുണ്ടാവും. ശരിയല്ലേ? പേഷ്യൻസിൽ നിന്നും നമുക്ക് ചെറിയ ചെറിയ ഇൻഫെക്ഷൻ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഓപ്പറേഷൻ റൂമിലേക്ക് പ്രവേശിക്കുന്നവർക്കും അല്ലെങ്കിൽ അവരിൽ നിന്നും ഈ പറയുന്ന അകത്തോട്ട് ഇൻഫെക്ഷൻ വരാൻ ചാൻസ്. അതായത് അകത്തും പുറത്തും ഇൻഫെക്ഷൻ ഉണ്ട്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞത്. The suit should be planned with the aim of reducing the risk of hospital infection being brought into the suit. അത് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ആ ഒരു ലക്ഷ്യത്തില് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരുപാട് സ്യൂട്ട്സ് ഉണ്ട്, ഒരുപാട് റൂംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ക്ലിയർ ആകട്ടെ? അത് ഞാൻ പറഞ്ഞുതരാം, കുറച്ചുകൂടെ പോകുന്നത് മനസ്സിലാവും. General principles നോക്കാം. Clean from dirty traffic. Flow within the OT suit should be kept apart as best as possible. Spaces in the suit have to be arranged in such a way that while moving from one space to another, there should be a constant progression of cleanness from entrance of OT suit in the operating room. ഒന്നും മനസ്സിലായില്ലല്ലോ? അത് സെന്റൻസിന്റെ പ്രശ്നമാണ്, കുഴപ്പമില്ല. ഇത് ആ സെന്റൻസ് നിങ്ങൾ നോക്കിയാലും കുഴപ്പമില്ല. സെന്റൻസിന്റെ മീനിങ് പറഞ്ഞ് ഇതിലും ശരിക്കും മനസ്സിലാക്കുന്നത് പക്കാ മീനിങ് പറഞ്ഞൊക്കെ ഒന്നും മനസ്സിലാകണം. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത്. ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക്. അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു വഴി ഉണ്ടാവുമല്ലോ, വഴി ഉണ്ടാവും അല്ലെ? ഇപ്പോ എങ്ങനെയാ പറഞ്ഞത്? നിങ്ങൾക്ക് ഇമാജിൻ ചെയ്തേ, ഓപ്പറേഷൻ തിയേറ്റർ ആണ് കാണുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ ഡോറാണ് കാണുന്നത്. ആ ഡോർ ഫസ്റ്റ് ഡോർ ഉണ്ടാവും. അത് പ്രവേശിച്ചതിന് ശേഷം ആയിരിക്കും അഗൈൻ ഒരു ഡോർ കാണാം. അതായിരിക്കും ഓപ്പറേഷൻ തിയേറ്റർ. ശരിയാണോ? അല്ലാതെ ഒരു റൂമിൽ നിന്ന് ഹോസ്പിറ്റൽ ഡയറക്ട്ലി നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കുകയാണ്? ഒരിക്കലും ഇല്ല, അല്ലെ? അത് പുറത്ത് വിസിറ്റേഴ്സ് ഇരിക്കുന്ന പ്ലേസ് ആണ്. അവിടെ നിന്ന് നമ്മൾ എൻ്റർ ചെയ്തു, അവിടെ കൈൻഡ് ഓഫ് സ്പേസ് ഉണ്ടാവും. ആ സ്പേസ് എപ്പോഴും ജോം ഫ്രീ ആയിരിക്കണം, ഡേർട്ട് ഉണ്ടാകരുത്. അവിടെ നിന്നാണ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യും. അവിടെ ട്രാഫിക് മീൻസ് അവിടെ ട്രാഫിക് ഉദ്ദേശിക്കുന്ന തിരക്കും ബഹളമൊന്നും പാടില്ലെന്ന് തന്നെയാണ്. അപ്പൊ ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക്. ഒരിക്കലും അവിടെ ഡേർട്ട്നെസ് ഒന്നും ഉണ്ടാകരുത്. ആ ഒരു സ്പേസ് നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു പ്ലേസ് ആണ്. അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ക്ലീൻനെസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു എൻട്രൻസ് ആണ്, OTയിലേക്ക് പ്രവേശിക്കുന്ന ഒരു എൻട്രൻസ് ആണ്. അത് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അവിടെ നിന്നാണ് നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എൻട്രി ചെയ്യേണ്ടത്. മനസ്സിലായോ? ആ ഒരു ഏരിയ ക്ലീൻ ആൻഡ് ജോം ഫ്രീ ആയിരിക്കും.
അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്കെ, dirty flow, clean from dirty traffic flow within the ODSU should be kept apart as the best as possible. നമുക്ക് പറ്റാവുന്ന രീതിയിൽ പോസിബിൾ ആയ രീതിയിൽ തന്നെ ആ ഏരിയ dirty ക്ലീൻ ആയിരിക്കണം. Spaces in the suit have to be arranged in such a way that while moving from one space to another, there should be constant progression of cleanliness from entrance. നമുക്ക് അവിടെ ഇപ്പൊ നമ്മൾ തിരക്കും ബഹളം പാടില്ല, നമുക്ക് ഈസിലി നമുക്ക് വേറെ റൂമിലേക്ക് പ്രവേശിക്കാൻ പറ്റണം. മനസ്സിലായോ? തിരക്കും ബഹളം പാടില്ല, എപ്പോഴും ക്ലീൻ ആയിരിക്കും, അത്രയേ ഉള്ളൂ. അതാണ് ആ ഒരു ഫസ്റ്റ് പോയിന്റ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എവിടെയെങ്കിലും നോട്ട് ചെയ്തിരിക്കും. ആ ഒരു ഫസ്റ്റ് എൻട്രൻസ് എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം, ജം ഫ്രീ ആയിരിക്കണം. അവിടെ ഈ പറയുന്ന പോലെ ട്രാഫിക് വയലും ഉണ്ടായിരിക്കരുത്. സോ അത് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മനസ്സിലായോ? ഒരു പോയിന്റ് ക്ലിയർ ആകണേ. വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അതിന്റെ മീനിങ് വളരെ എളുപ്പമാണ്, ഈസിയാണ്. Second one, staff who are working in the OT department should be able to move from one clean area to other without having to pass through unprotected area. Therefore, അവിടെ OT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിന്, അതായത് OT ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ക്ലീൻ സ്പേസ് ആണ് അത്. ഓക്കെ, ഇനി എന്തെങ്കിലും കാരണവശാൽ പേഷ്യൻസിന് ആയിരിക്കണം ഇൻഫെക്ഷൻ വരേണ്ടത്. അതർവൈസ് ആ ഏരിയ ക്ലീൻ ആണ്, ജം ഫ്രീ ആണ്. അത് ജം ഫ്രീ എൻവയോൺമെന്റ് ആണ് OT-യിലുള്ളത് നമുക്ക് അറിയാം. അപ്പൊ ക്ലീൻ ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആ ക്ലീൻ ആയ ഏരിയയിൽ നിന്ന് പുറത്തോട്ട് പോകും. മീൻസ് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോ ഒരു അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്കായിരിക്കും പോകുകയെന്ന് വിചാരിക്കും. അങ്ങനെ ഒരിക്കലും പോകാൻ മനസ്സിലായി. വിത്തൗട്ട് ഹാവിംഗ് ടു പാസ് ടു അൺപ്രൊട്ടക്റ്റഡ് ഏരിയ. അതായത് OT-യിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഒരിക്കലും ക്ലീൻ ആയ പ്ലേസിൽ നിന്ന് അൺക്ലീൻ ആയ പ്ലേസിലേക്ക് ഒരിക്കലും പാസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ പാസ് ചെയ്ത് എന്താ വെച്ചാ വീണ്ടും നമുക്ക് ആ ഇൻഫെക്ഷൻ വന്നില്ലേ. എപ്പോഴും നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ? Next one, solid materials and waste have to be eliminated from the operating rooms without passing through clean areas. അതായത് നമുക്ക് ഇപ്പോ സർജറി ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന കുറെ വേസ്റ്റ് മെറ്റീരിയൽസും യൂസ്ഡ്, കാരണം ഈ പറയുന്ന ഇൻഫെക്റ്റഡ് ആയ എന്തെങ്കിലും തിങ്സോ ഒക്കെ നമ്മൾ ക്യാരി ചെയ്ത് ആ റൂമിൽ നിന്ന് പുറത്തോട്ട് വരണമല്ലോ. സോ അല്ലെങ്കിൽ ഇപ്പോ പുറത്തോട്ട് വരണം. ആ പുറത്തോട്ട് പോകുന്ന സമയത്ത് ഒരിക്കലും ആ ക്ലീൻ ആയ ഏരിയയിലൂടെ പോകാൻ പാടില്ല. മനസ്സിലായോ? ഇൻഫെക്റ്റഡ് തിങ്സ്, വേസ്റ്റ് ആകാം, സോയിൽഡ് മെറ്റീരിയൽസ് ആകാം, അത് ഈ പറയുന്ന ഇൻഫെക്റ്റഡ് തിങ്സ് തന്നെയാണ് കേട്ടോ. വേസ്റ്റ് ഒക്കെ നമ്മള് എപ്പോഴും ആ റൂമിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ക്ലീൻ ആയ ഏരിയയിലൂടെ പോകാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നമ്മുടെ വീട് തുടച്ചു എന്ന് ക്ലീൻ ചെയ്തു. നമ്മളിപ്പോ സ്വിച്ച് ഔട്ട് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാളെ എൻ്റർ ചെയ്യണം. നമ്മൾ എന്ത് പറയും? അതിനോട് വരികയായിട്ട് അവിടെ ക്ലീൻ ആണ് എന്ന് പറയൂ? ഞാൻ പറയാം. അതായത് ഒട്ടും ആ ക്ലീൻ ചെയ്ത ഏരിയയിലൂടെ പോവാതെ വേറെ വഴിക്കല്ല, അത്ര ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. വേസ്റ്റ് കൊണ്ട് ക്ലീൻ ചെയ്ത ഏരിയയിലൂടെ പോകാൻ പാടില്ല. കാരണം ആ ഏരിയ എന്താ ഇൻഫെക്റ്റഡ് ആവും. തേർഡ് പോയിന്റ്. നെക്സ്റ്റ് വൺ, OT ventilation should be free of air movement of the rest of the hospital. Hence, the direction of airflow within the OTSU should be from cleaner to less clean areas. എപ്പോഴും ഈ OT-യിൽ ഈ പറയുന്ന പോലെ എയർ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, should be free of air movements. എയർ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. അടഞ്ഞു മൂടി കെട്ടതാകിയിട്ട് അത്യാവശ്യം വെന്റിലേഷനും കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. എയർ ഫ്ലോ ഉണ്ടായിരിക്കണം. അതായത് ക്ലീൻ ആയ ഒരു ഏരിയ ആണ് OT എന്ന് പറയുന്നത്. ക്ലീൻ ആയ ഏരിയയില് പറയുന്ന അറിയാലോ നമുക്ക് എയർ പൊല്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. അതും ഒരു ഇൻഫെക്ഷൻ ആണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ മാസ്ക് വെക്കുന്നത്. അല്ലാതെ അവിടെ സ്മെല്ലോ കാര്യങ്ങൾ ഉണ്ടായിട്ടല്ല, അതും ഉണ്ടാകാം മേ ബി. പക്ഷെ
അത് മാത്രമല്ല എയറിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അടഞ്ഞുകൂടി കെട്ടിയിരിക്കുന്ന ഒരു റൂമിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വെന്റിലേഷൻ പോലുണ്ടെങ്കിൽ ആ എയർ അവിടെ തന്നെയായിരിക്കും, പുറത്തോട്ട് പോകുന്നില്ല. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഇൻഫെക്ഷൻ വരും. മനസ്സിലായോ? വെന്റിലേഷൻ ആവശ്യമാണ്. അപ്പൊ ക്ലീൻ ആയ ആ ഏരിയയിൽ നിന്ന് പുറത്തോട്ടായിരിക്കണം, ലെസ് ക്ലീൻ ആയ ഏരിയയിലേക്ക് വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? The OT suite should be from cleaner to less cleaner area. Airflow. മനസ്സിലായോ? OT എന്ന് പറയുന്നത് ക്ലീൻ ഏരിയ ആണ്. അപ്പൊ ആ ക്ലീൻ ആയ ഏരിയയിൽ നിന്നുള്ള എയർ ഫ്ലോ അൺക്ലീൻഡ് ആയ ഏരിയയിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു വെന്റിലേഷൻ അവിടെ ആവശ്യമാണ്. ഒന്നുകൂടെയാണോ? എന്താണെന്ന് പറയണ്ടേ? ഏതായിരുന്നു പറയണ്ടേ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങള് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, ഓപ്പറേഷൻ റൂം ഉണ്ടല്ലോ. ഓപ്പറേഷൻ റൂമിൽ ഞാൻ പറഞ്ഞു 2 ഡോർ ഉണ്ടാകാറുണ്ട്. അവരുടെ ഫസ്റ്റ് എൻട്രൻസ് ആണ്. ഫസ്റ്റ് എൻട്രൻസ് നമ്മൾ പ്രവേശിച്ചു, നമ്മൾ പുറത്തുനിന്നാണ് വന്നത്. പുറത്തുനിന്ന് വന്ന് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കയറി. അപ്പൊ കാണും നേരെ കയറുന്നത് ഓപ്പറേഷൻ റൂമിലേക്കാണ്? അല്ല, ഒരു കൈൻഡ് ഓഫ് സ്പേസ് ഉണ്ടാകും. ഓപ്പറേഷൻ റൂമിലും ഹോസ്പിറ്റലിന്റെ പുറത്തും നമ്മൾ അതിന് രണ്ടിനെ കണക്ട് ചെയ്യുന്ന ആ നടുഭാഗത്ത് പറയുന്ന ഒരു സ്പേസ് ഉണ്ടാകും. ആ സ്പേസ് എപ്പോഴും ക്ലീൻ ആയിരിക്കും. മനസ്സിലായോ? കാരണം നമ്മൾ പുറത്തുനിന്നാണ് വരുന്നത്. പുറത്തുനിന്നായിട്ട് വരുമ്പോൾ അവിടെ നമ്മൾ ക്ലീൻ ആയിട്ടായിരിക്കണം നമ്മൾ ഈ പറയുന്ന OT-യിലേക്ക് കയറുന്നത്. അപ്പൊ ഈ സ്പേസ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഒരു എൻട്രൻസ് ആണ്, ക്ലീൻ ആയിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് OT ഡിപ്പാർട്ട്മെന്റില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ചിലപ്പോൾ മൂവ് ചെയ്യേണ്ടതായി വന്നേക്കാം. അങ്ങനെ മൂവ് ചെയ്യേണ്ടതായി വരുമ്പോൾ ഒരിക്കലും അൺപ്രൊട്ടക്റ്റഡ് ആയ ഏരിയയിലേക്ക് മൂവ് ചെയ്യാൻ പാടില്ല. കാരണം എഗെയിൻ നമ്മൾ റിട്ടേൺ OT-യിലേക്ക് വരുമ്പോൾ അത് ആ ഒരു ഇൻഫെക്ഷൻ ആയിരിക്കും വരാം. മനസ്സിലായോ? സ്റ്റാഫ് ഓക്കെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൽ അൺപ്രൊട്ടക്റ്റഡ് ആയ അല്ലെങ്കിൽ അൺക്ലീൻഡ് ആയ ഏരിയയിലേക്ക് മൂവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ അതുപോലെ തന്നെയാണ് അവിടെ നമുക്ക് OT-യിലിപ്പോ ഒരുപാട് സർജറീസും കാര്യം ഇപ്പോ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് വരും അല്ലെ? സർജറി ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് ആകാം, എനി കൈൻഡ് ഓഫ് ലിക്വിഡ്സ് ആകാം, എന്താണെങ്കിലും ഇനിയിപ്പോ അവിടെ യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് ആകാം, അതെല്ലാം ഇൻഫെക്റ്റഡ് ആണ്. സർജറി ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഇൻഫെക്റ്റഡ് ആണ്. ആ പേഷ്യന്റിന്റെ ബോഡിയിൽ ഇൻഫെക്ഷൻ വരും അല്ലെ? അതുകൊണ്ട് തന്നെ ആ പറയുന്ന വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ പുറത്തോട്ട് തള്ളുമ്പോ ഒരിക്കലും അത് പുറത്തോട്ട് കൊണ്ടുവരുമ്പോ എന്താ ക്ലീൻ ആയ ഏരിയ കൂടെ കൊണ്ടുവരാൻ പാടില്ല. മനസ്സിലായോ? ഒരിക്കലും ആ ക്ലീനായ ഏരിയയിലൂടെ പാസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പാസ് ചെയ്താൽ ആ ഏരിയ എന്താകും? ഇൻഫെക്റ്റഡ് ആകും. അതാണ് തേർഡ് പോയിന്റ്. ആൻഡ് ഫോർത്ത് പോയിന്റ്, നമ്മുടെ റൂമിൽ എയർ വെന്റിലേഷൻ ഉണ്ടാകും. ഉണ്ടോ? നിങ്ങളുടെ റൂമിൽ വെന്റിലേഷൻ ഉണ്ടാവും? നിങ്ങളുടെ റൂം ഫുൾ അടച്ചിട്ടറിയണം. ഈ വിൻഡോ ഇല്ല, ഈ പറയുന്ന എയർ വെന്റിലേഷൻ ഒന്നും ഇല്ലാത്ത ഒരു റൂമാണ് നിങ്ങൾക്ക്. അല്ലല്ലോ? അല്ല. ഇത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് നമ്മള് ജലപ്പെരുപ്പം മൂലം ഇപ്പോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും സെലിബ്രിറ്റീസ് ഒക്കെ വരാണെങ്കിൽ നമ്മൾ ഈ ആൾക്കാർ കൂട്ടം കൂടിയൊക്കെ നിൽക്കണാണുണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോ അവിടെ എന്താ സംഭവിക്കുക? എയർ വെന്റിലേഷൻ ഉണ്ടാക്കുമോ? ഓക്സിജൻ നമുക്ക് മര്യാദക്ക് ശ്വസിക്കാൻ പറ്റുമോ? ഫുള്ള് കാർബൺ ഡയോക്സൈഡ് മാത്രമേ ഉള്ളൂ. ആണോ? വെന്റിലേഷൻ ഉണ്ടാവില്ല. അത് അങ്ങനെ, അത് പുറത്തെ കാര്യമാണ്. ഇപ്പൊ മെയിൻ ഈ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കെ, അത് എയർ വെന്റിലേഷൻ അത്യാവശ്യമാണ്. പേഷ്യൻസിന് ഓക്സിജൻ, പേഷ്യന്റ് പോട്ടെ, അവിടെ നിൽക്കുന്ന സ്റ്റാഫ്സിനാണെങ്കിലും ശ്വസിക്കണ്ടേ, ബ്രീത്ത് വേണ്ടേ? വേണോ? അത് മാത്രമാണ് നമ്മുടെ എയറിലൂടെ നമുക്ക് പൊല്യൂഷൻ വരാം, എയറിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. സോ വെന്റിലേഷൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം പുറത്തോട്ട് പോകും. അതിനാണ് അവിടെ എയർ കണ്ടീഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ശരിയാണോ? അപ്പൊ എയർ വെന്റിലേഷൻ ആവശ്യമാണ്. അതായത് ആ ക്ലീൻ ആയ OT റൂമിൽ നിന്നുള്ള എയർ ഫ്ലോ അൺക്ലീൻഡ് ആയ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കണം പോകേണ്ടത്. എയർ വെന്റിലേഷൻ വേണ്ട. അതാണ് ഫോർത്ത് പോയിന്റ്. മനസ്സിലായോ? 4 പോയിന്റ് മനസ്സിലായോ? Okay. And the fifth one. Therefore, the whole OT suite is designed on the concept of 4 zones. ഈ OT zones, ഈ OT സ്റ്റുഡിയോ റൂമിൽ 4 zones ഉണ്ട്. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. മനസ്സിലാക്കി? 4 സോൺസ് ഉണ്ട്. ആ 4 സോൺസിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് നോക്കട്ടെ. ഈ പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന ഏരിയാസ് കണ്ടോ? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ് പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ്. ചേഞ്ചിങ് റൂം പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ്.
pre anesthesia. Anesthesia മുന്നേ protective zone ആണ്. Stores and records. Autoclave and TSSU. What is TSSU? What is the full form of TSSU? എപ്പോഴും മിക്കപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. What is the full form of TSSU? എന്താണ് പറയും? അറിയില്ല. ആർക്കറിയില്ല? അതവിടെ കേട്ടെ, ഞാൻ പറഞ്ഞു അതവിടെ കേട്ടെ. ഇനി ട്രോളി ബേ, അതുപോലെ കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി, ഇത്രയും ഏരിയാസ് ആണ് എവിടെ വരുന്നത്? ഈ പറയുന്ന പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, താഴെ ഈ കൊടുത്തിരിക്കുന്നത് ഏത് സോണിൽ വരുന്നതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വരും. അല്ലെങ്കിൽ ഈ ഇന്നൊരു ഏരിയ ഏത് സോണിൽ വരുന്നതാണ് എന്നൊരു ചോദ്യം വരും. അതുകൊണ്ട് ഓരോ സോണിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഏരിയ അറിഞ്ഞിരിക്കേണ്ടതാണ്. മനസ്സിലായോ? യെസ്. ഇനി ബാക്കിയെല്ലാം മനസ്സിലായല്ലോ. റിസപ്ഷൻ മീറ്റിംഗ് ഏരിയ ക്ലിയർ ആണ്, ചേഞ്ചിങ് റൂം ഓക്കെ ആണ്. അപ്പോൾ അനസ്തേഷ്യ മനസ്സിലായി. സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ്, പേഷ്യൻസിന്റെ റെക്കോർഡ്സും സ്റ്റോർസ് ഒക്കെ കീപ്പ് ചെയ്ത ഒരു ഏരിയ ആണ്. ഓട്ടോക്ലേവ് TSSU, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ആണ് TSSU എന്ന് പറയുന്നത്. ഓക്കെ, സെർച്ച് ചെയ്തു, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സ്റ്റെറൈൽ യൂണിറ്റ് എന്താ ചെയ്യേണ്ടത്? ക്ലീൻ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ ഫോർ ക്ലീനിങ്, അതുപോലെ ഡീകണ്ടാമിനേറ്റിംഗ് ആൻഡ് സ്റ്റെറൈൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് മെഡിക്കൽ സപ്ലൈസ് യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേറ്റിംഗ് റൂമിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും സ്റ്റെറൈൽ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് അല്ലെ. സ്റ്റെറൈൽ ചെയ്യണമല്ലോ, ആ ഒരു യൂണിറ്റ് ആണ് TSSU എന്ന് പറയുന്നത്. ആ യൂണിറ്റും അല്ലെങ്കിൽ ആ ഒരു ഏരിയയും ഈ പറയുന്ന പ്രൊട്ടക്റ്റീവ് സോണിലുള്ളതാണ്. മനസ്സിലായോ? നെക്സ്റ്റ് വൺ ഈസ് ട്രോളി ബേ. ട്രോളി ബേ അറിയാലോ, നമ്മുടെ മെഡിസിൻസും അല്ലെങ്കിൽ ഇത് പറയുന്ന ടൂൾസും എക്യുപ്മെന്റ്സും നമ്മൾ കൊണ്ടുപോയി യൂസ് ചെയ്യുന്ന ട്രോളി, അതാണ് ആ ട്രോളി ബേ ഈ പറയുന്ന പ്രൊട്ടക്റ്റീവ് സോണിലുണ്ടാവും. കാരണം ഈ സ്റ്റെറൈൽ ചെയ്ത എക്യുപ്മെന്റ്സും കൊണ്ടുപോകുന്ന ഈ പറയുന്ന ട്രോളി ബേയിലൂടെയാണ്. അപ്പൊ ഈ ട്രോളി ബേ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണ്ടേ അല്ലെ? പ്രൊട്ടക്റ്റീവ് അല്ലേ? പ്രൊട്ടക്ഷൻ വേണ്ടേ? ജംപ് ഫ്രീ ആയിരിക്കണ്ടേ? സോ അത് ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ്. കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി, ലൈറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കേണ്ടതാണ്. അതും ഈ പറയുന്ന പ്രൊട്ടക്റ്റീവ് സോണിലാണ്. അപ്പൊ ഇത്രയും ഏരിയാസ് പ്രൊട്ടക്റ്റീവ് സോണിലുള്ളതാണ് കേട്ടോ. ക്ലിയർ ആയോ? പ്രൊട്ടക്റ്റീവ് സോൺ മനസ്സിലായോ? ഇനി ക്ലീൻ സോൺ. ക്ലീൻ സോണിൽ വരുന്ന ഏരിയാസ് എന്തൊക്കെയാ? പ്രീ ഓപ്പറേറ്റിംഗ് റൂം, റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, അനസ്തേറ്റിക് സ്റ്റോർ റൂം, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, അല്ലെങ്കിൽ ഓട്ടോപ്രസ് എക്സ്റേ യൂണിറ്റ് ആണെന്ന് പറയും. ആ കൈൻഡ് ഓഫ് റൂമും ഈ പറയുന്ന ക്ലീൻ സോണിൽ വരുന്നതാണ്, ക്ലീൻ ആയിരിക്കേണ്ടതാണ്. അപ്പൊ ക്ലീൻ സോണിൽ വരുന്ന ഏരിയാസ് മനസ്സിലായല്ലോ. ഓപ്പറേഷൻ ചെയ്യുന്നതിനേക്കാൾ മുൻപുള്ളത്. ഓക്കെ, റിക്കവറി, ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസ് റിക്കവറി ചെയ്യുന്നത്, അവിടെ ഈ പറഞ്ഞ ഇൻഫെക്ഷൻ ഒന്നും വരാൻ പാടില്ല. പ്ലാസ്റ്റർ റൂം, ഓപ്പറേഷൻ കഴിഞ്ഞ് പ്ലാസ്റ്റർ റൂം പോലെ ആ റൂം, സ്റ്റാഫിന്റെ റൂം, അതായത് ഓപ്പറേഷൻ റൂമിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ റൂം, അനസ്തേറ്റിക് സ്റ്റോർ, അനസ്തേഷ്യ കൊടുക്കേണ്ട പറയുന്ന എല്ലാ മെഡിസിൻസും സ്റ്റോർ ചെയ്യുന്ന റൂം. ഓക്കെ, എക്സ്റേ യൂണിറ്റ്, ഇതെല്ലാം ഈ ക്ലീൻ സോണിൽ വരുന്നത്, ക്ലീൻ സോണിൽ വരുന്ന ഏരിയാസ് ആണ്. ഓക്കെ, സ്റ്റെറൈൽ അസെപ്റ്റിക് സ്റ്റോർ, സോൺ അസെപ്റ്റിക് എന്താണ് തന്നെയാണ്, ജംപ് ഫ്രീ തന്നെയാണ്. ഓപ്പറേറ്റിംഗ് റൂം, സ്ക്രബ് റൂം. സ്ക്രബ് റൂം എന്താ? നമ്മുടെ കയ്യും ഇതെല്ലാം നമുക്ക് വാഷ് ചെയ്യണ്ടേ അല്ലെ, സാനിറ്റൈസ് ചെയ്യണ്ടേ, അതാണ് കേട്ടോ സ്ക്രബ് റൂം എന്ന് ഉദ്ദേശിക്കുന്നത്. അനസ്തീഷ്യ ഇൻജക്ഷൻ റൂം, അനസ്തീഷ്യ കൊടുക്കുന്ന റൂമാണ് കേട്ടോ. ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. അപ്പൊ ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയയും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, നമ്മൾ ഇൻസ്ട്രുമെന്റ് സ്റ്റെറൈൽ ചെയ്യില്ലേ ആ റൂമും അല്ലെങ്കിൽ ആ ഏരിയയും, അതുപോലെ ഇൻസ്ട്രുമെന്റ് കൊണ്ടുപോകുന്ന ട്രോളി ഏരിയയും ഈ പറയും സ്റ്റെറൈൽ അല്ലെങ്കിൽ അസെപ്റ്റിക് സോണിലുള്ളതാണ് കേട്ടോ. ക്ലിയർ ആണോ? And the next one is disposal zone.
ഡിസ്പോസൽ സോൺ ഡിസ്പോസ് ചെയ്യണമാണ് ഓപ്പറേഷൻ റൂമിൽ വരുന്ന പല വേസ്റ്റും കാര്യങ്ങളും നമ്മൾ ഡിസ്പോസ് ചെയ്യണം. സോ ആ കൈൻഡ് ഓഫ് സോൺ ആണ് കേട്ടോ. ഡിസ്പോസൽ സോൺ മീൻസ് അവിടെ വരുന്ന ഏരിയാസ് ഡേർട്ടി വാഷ്റൂം, നമ്മൾ ഡേർട്ടി അല്ല എല്ലാം ഡേർട്ടി ആയ ഡേർട്ട് ആയ ഈ പറയുന്ന കണ്ടാമിനേറ്റഡ് ആയ സാധനങ്ങൾ കഴുകാൻ യൂസ് ചെയ്യുന്ന ഒരു റൂമാണ്. അപ്പോൾ ഡേർട്ട് വാഷ് റൂമാണ് ആ ഒരു ഏരിയയിലുള്ളതാണ്. ഡിസ്പോസൽ കോറിഡോർ ഡിസ്പോസ് ചെയ്യേണ്ട നമുക്ക് ഈ പറഞ്ഞ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് കോറിഡോറും ഈ പറഞ്ഞ ഡിസ്പോസൽ സോൺ ഉള്ളതാണ്. ജാനിറ്റർ ക്ലോസറ്റ് എന്താണ് ജാനിറ്റർ ക്ലോസറ്റ്? എന്താണ് ജാനിറ്റർ ക്ലോസറ്റ്? എന്താണ് നമ്മളവിടെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് തിങ്സ് ഉണ്ടല്ലോ അല്ലെ, ആ ഏരിയ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് തിങ്സ് ഉണ്ടാവും. മോപ്സ് ആകാം, ബ്രഷ് ആകാം, എന്തെങ്കിലും കൈൻഡ് ഓഫ് ലിക്വിഡ്സ് ആകാം അല്ലെ. ആ ലിക്വിഡ്സ് എല്ലാം അല്ലെങ്കിൽ പറയുന്ന തിങ്സ് നമ്മൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്ത് എക്യുപ്മെന്റ്സും നമ്മൾ വെക്കുന്ന ഒരു പ്ലേസ് ആണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സോൺസും അതിന്റെ കീഴിൽ വരുന്ന കുറച്ച് ഏരിയാസ്. ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾ ഇത്രയും പോർഷൻ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. മിസ് ഈ സ്ക്രബ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രബ് റൂം എന്ന് പറയുന്നത് ഹാൻഡ് വാഷ് ചെയ്യുന്നതും അങ്ങനെ കൈൻഡ് ഓഫ് റൂംസ് ആണ് കേട്ടോ. നമ്മള് കുറച്ചുകൂടി നമ്മുടെ സാനിറ്റൈസ്ഡ് ആയിട്ട് നമ്മൾ ക്ലീൻ ആയിരിക്കണം, നമ്മുടെ ഹാൻഡ്സ് ആണെങ്കിലും ഫേസ് ആണെങ്കിലും അല്ലെ. അപ്പൊ ആ കൈൻഡ് ഓഫ് റൂമാണ് സ്ക്രബ് റൂം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ മിസ്. THR സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. കുറച്ച് പേര് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടോ TSSUവിന്റെ ഫുൾ ഫോം നോക്കൂട്ടോ. ഓക്കെ, സ്റ്റെറൈൽ THR സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സും നമ്മുടെ ക്ലോത്ത്സും എല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു യൂണിറ്റ് എന്ന് പറയാം. THR സ്റ്റെറൈൽ സപ്ലൈ, THR യൂസ് ചെയ്യുന്ന തിങ്സ് സ്റ്റെറൈൽ ചെയ്ത് സപ്ലൈ ചെയ്യുന്ന യൂണിറ്റ്. ട്രോൾവേ എന്താണ്? ട്രോളി കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ട്രോളി കണ്ടിട്ടുണ്ടോ? മെഡിസിൻസും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ട്രോളി, ഏതാണ് ട്രോളിവേ? ഇതെല്ലാം മെഡിക്കൽ നെയിമാണ് കേട്ടോ. നമുക്ക് നോർമലി ഇതൊക്കെ അറിയാവുന്ന, പക്ഷെ ഇതെല്ലാം മെഡിക്കൽ ടേംസ് മെഡിക്കൽ നെയിംസും ആയതുകൊണ്ടാണ് കുറച്ച് നിങ്ങൾക്ക് അത് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നുന്നത്. പക്ഷെ ഇതെല്ലാം സെയിം തന്നെയാണ്. ഇനി സ്ക്രബ് റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, സ്റ്റാഫ്സ് ആയിക്കോട്ടെ, ഓപ്പറേഷൻ റൂമിലേക്ക് കയറുമ്പോഴും അത് ഓപ്പറേഷൻ റൂമിൽ പുറത്തിറങ്ങുമ്പോഴും നമ്മുടെ ഹാൻഡ് ആണെങ്കിലും അല്ലെ എല്ലാം ഡിസിൻഫെക്ട് ചെയ്യേണ്ടതാണ് അല്ലെ. they should disinfect their hands, forearms, the elbows അല്ലെ. ഇത്രയും പോർഷൻ നമ്മൾ എന്തായാലും വാഷ് ചെയ്യേണ്ടതാണ്. സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റൂമാണ് സ്ക്രബ് റൂം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ നമ്മുടെ വീട്ടില് നമ്മള് ബാത്റൂം എന്ന് പറയും. ഓക്കെ, ഇത് തന്നെ നമ്മള് മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാത്റൂം എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലല്ലോ വാഷ്റൂം എന്നാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അത് സ്ക്രബ് റൂം ആകും. ഇനി ഫ്ലൈറ്റിലാണെങ്കിലോ, ടോയ്ലറ്റിൽ ബാത്റൂം എന്താ വിളിക്കുക? എലവേറ്റർ എന്ന് പറയും. മനസ്സിലായോ? അങ്ങനെ മാറ്റി
അത്രയേ ഉള്ളൂ. അതാണ് സ്ക്രബ് റൂം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? യെസ്. ജാനിറ്റർ ക്ലോസറ്റ്. നിങ്ങളുടെ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന തുടക്കുന്ന സാധനങ്ങളില്ലേ, മോപ്പ്, ചൂല്, ഇതൊക്കെ എവിടെ വെക്കാം? നമുക്ക് വീട്ടിലൊരു പ്ലേസ് ഉണ്ടാവില്ല വെക്കാനായിട്ട്. നമ്മൾ റൂമിൽ കൊണ്ടുവയ്ക്കും ഇല്ലല്ലോ, ഒരു പ്ലേസ് ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് അവിടെയും അതുപോലെ പ്ലേസ് ഉണ്ട്. അതിനെയാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഓട്ടി എൻവയോൺമെന്റ് ആ ഓട്ടി നമുക്ക് ക്ലീൻ ചെയ്യണ്ടേ അല്ലെ? ആ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന തിങ്സ് എല്ലാം കീപ്പ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പ്ലേസ് ആണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെയും ക്ലീൻ ആയിരിക്കണം, എല്ലാം ക്ലീൻ ആയിരിക്കണം. അതായത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഭയങ്കര ക്ലീൻ ആയിട്ട് പ്ലേസ് ആയിരിക്കണം, ജേം ഫ്രീ ആയിരിക്കണം. അപ്പൊ യൂസ് ചെയ്യുന്ന സാധനം അത് നമ്മൾ പ്രൊട്ടക്റ്റീവ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ്. മനസ്സിലായോ? ഇനി മതി, എനിക്ക് വയ്യ, ഇത്രയും മതി. ഒരുപാട് ഞാൻ സ്ട്രെയിൻ ചെയ്തു. നിങ്ങൾക്ക് റെസ്റ്റ് വേണം, ഐ നീഡ് റെസ്റ്റ്. അപ്പൊ ഇന്ന് പഠിച്ചെന്തൊക്കെയാ? ഇവിടെ each operating room varies different different types of pressure rooms and surgery basic അത് പഠിച്ചു. പിന്നെ സോണിങ് പഠിച്ചു. ക്വസ്റ്റൻ എടുത്തോളൂ, അത്യാവശ്യം ക്വസ്റ്റൻ എടുത്തു മതി അല്ലെ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഇനി നിങ്ങൾ സംസാരിക്കും, നിങ്ങൾക്ക് കുറച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാം, സംസാരിക്കും. ക്ലിയർ ആണ്? ഓക്കെ ആണ്? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്? പിന്നെന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? ഓണ സെലിബ്രേഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഓണ സെലിബ്രേഷൻ വേണോ? 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 ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഓണ സെലിബ്രേഷൻ വേണോ? വേണോ? എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം? അന്ന് ലീവ് ഉണ്ടാവോ? അതെന്ത് ചോദ്യാ? നമുക്ക് എന്താ നെക്സ്റ്റ് വീക്ക് ക്ലാസ് ഉണ്ട്, ഫുള്ള് ഉണ്ട്. അത് കഴിഞ്ഞാലും മിക്ക ഫുള്ള് ലീവ് ആയിരിക്കും. അറിയാതെ ഓണ വെക്കേഷൻ വേണ്ടത് എന്ത്? മറ്റേ ഓണ വെക്കേഷൻ ഉണ്ടാവും, ഒരു 1 വീക്ക് ഉണ്ടാവും. ഓണ സെലിബ്രേഷൻ വേണം. എങ്ങനെയാ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാ? മീറ്റ് വഴിയാണോ? പിന്നെ മീറ്റ് വഴി നമുക്ക് ഇങ്ങനെ ഈ ക്ലാസ്സിൽ സെലിബ്രേറ്റ് ചെയ്യാം. നാട്ടിൽ പോകണോ? ഓണ സെലിബ്രേഷൻ എങ്ങനെയാ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം? കുറച്ച് പോർഷൻസ് എന്തായാലും എടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് പാട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പാടാം. ഓക്കെ, സെറ്റാണോ? നിങ്ങൾ പ്രിപ്പയർ ചെയ്യും കേട്ടോ. മിക്ക വലിയ ഓക്കെ ആയോ? രമ്യ മിസ്സിന്റെ ഹെൽത്ത് ഓക്കെ ആയോ? മിസ് വന്നിട്ടുണ്ട്, ഹെൽത്ത് ഓക്കെ ആണ്. പക്ഷെ ഒരുപാട് നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മിസ് എന്തായാലും ക്ലാസ്സിലേക്ക് വരും, പക്ഷെ ഓക്കെ ആയിരുന്നു വരൂല. ഞാൻ പറയാം, ജോലിസ് ഞാൻ പറയാം. അപ്പൊ ഓണ സെലിബ്രേഷൻ വേണമെങ്കിൽ അതിനെ കുറിച്ച് എന്നോട് പറയുന്നേ, മുൻകൂട്ടി പറഞ്ഞോ. ഓക്കെ, ചുമ്മാ പ്രത്യേകിച്ച് എന്താ, നിങ്ങൾ മോണ്ടിസോറി ബാച്ച് ചെയ്യുമ്പോൾ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എച്ചിയിൽ അങ്ങനെ ഇതുവരെയും സെലിബ്രേഷൻ നടന്നു കണ്ടിട്ടില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. കുറച്ച് പാട്ടും പ്രിപ്പയർ ചെയ്ത് വരും, നമുക്ക് അതൊക്കെ പാടി എൻജോയ് ചെയ്യാം. ഓക്കെ, പിന്നെന്താ പറഞ്ഞതിന് പറയാനുണ്ട്? ബോറടിച്ചോ നിങ്ങൾക്ക്? ഉറക്കാൻ വന്നോ? ബോറിംഗ് ആയിരുന്നോ? ഓക്കെ ആയിരുന്നു ക്ലാസ്? ബോറടിക്കാൻ ചാൻസ് വളരെ കുറവാ. ഡൗട്ട് ചോദിച്ചോണ്ടിരിക്കുകയാണ്, അപ്പൊ നിങ്ങളുടെ ബോറടിക്കുന്നേ? എല്ലാരും ഓണാണ്, മനസ്സിലായത്? ഡൗട്ട് ചോദിച്ചപ്പോ എനിക്ക് തോന്നി ഓണായിരിക്കും. നിങ്ങൾക്ക് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ബോറടിച്ചില്ല ഉണ്ടോ? ഓക്കെ, ഞാൻ പിന്നെയും ചോദിക്കോട്ടെ. എന്റെ ക്ലാസ് ഓക്കെ ആണെങ്കിൽ ഞാൻ ചോദിക്കും. അതെന്റെ അങ്ങനെയാണ്, ചോദിക്കണമല്ലോ, അങ്ങനല്ലേ പറയേണ്ടത്. സ്പീഡ് ഉണ്ടോ? സ്പീഡ് ഉണ്ടല്ലേ? നല്ല സ്പീഡ് ഉണ്ട്, എന്തോന്നും കേൾക്കുന്നില്ല. ഉണ്ട്, പക്ഷെ നല്ല ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക്? കുഴപ്പമില്ലല്ലോ. താങ്ക് യു. കുറച്ച് സ്പീഡ് ഉണ്ടല്ലേ, അതങ്ങനെയാണ്. എന്ത് ചെയ്യാനാ? ശരിയോ? ഞാൻ തന്നെ ശരിയാക്കും. എന്നാലും കുഴപ്പമില്ലല്ലോ, അതൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞു തരുന്നില്ലേ? സെറ്റാണ്. ഓക്കെ, താങ്ക് യു. അറിയാം സ്പീഡ് ഉണ്ട്. ഓ, താങ്ക് യു. സുകന്യ പ്ലേറ്റ് വന്നില്ല കേട്ടോ. മിസ്സിന്റെ ക്ലാസ് പോകാൻ. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്സ്.
കുറച്ച് ടഫ് പോലെ ഉണ്ടെന്ന് കുറച്ച് വേർഡ്സ്. കുറച്ച് വേർഡ്സ് അത് മെഡിക്കൽ ആണ്. നിങ്ങൾ ചന്ദ്രനെ മനസ്സിലാക്കാൻ നോർമൽ ഇംഗ്ലീഷ് അല്ല അതൊന്നും, മെഡിക്കൽ ആണ്. അപ്പൊ മെഡിക്കൽ നെയിംസ് ഇതിൽ തന്നെ നമ്മൾ പറയേണ്ടതാണ്. ഇതിലെല്ലാത്തിലും മലയാളം കുത്തിക്കരുത് കേട്ടോ. ഒരിക്കലും നിങ്ങൾ മലയാളം ഇങ്ങനെ എല്ലാ മലയാളികളും ഒരിക്കലും പറയരുതേ. ചില വേർഡ്സ് ഒന്നും മലയാളം പറയാതിരിക്കുന്നത് നല്ലത്. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ സംസാരിക്കുന്ന ടൈമിൽ മലയാളം പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യുന്നില്ലേ? ഇല്ലേ? എന്തുകൊണ്ടാണ് മലയാളം പറയുന്നില്ല? അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. എന്തിനാ മലയാളം? അതിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഒരു മീനിങ് നോക്കി അത് മലയാളീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ പഠിക്കാം. ഇംഗ്ലീഷ് വേണ്ട, ഇംഗ്ലീഷിനെ കുറിച്ച് നല്ലത് ആദ്യം തന്നെ പഠിക്കും. അതാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് എല്ലാത്തിന്റെയും മീനിങ് വലിച്ചെന്ന് പറയാത്ത. അതിന്റെ ആവശ്യമില്ല. അതൊക്കെ അങ്ങനെ തന്നെ പഠിക്കണം. വൈറ്റൽ എന്ന് പറഞ്ഞാൽ വൈറ്റൽ തന്നെ പഠിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ മലയാളം പറയാനുള്ള അതിന്റെ സിനോണിം മാത്രം ഞാൻ പറയും. വൈറ്റൽ എന്താ? ഇമ്പോർട്ടൻസ് എന്നല്ലേ ഞാൻ പറഞ്ഞതന്നെ. അതിനിടയിൽ ഒരാൾ പറഞ്ഞു പ്രധാനമായ, അത്രയും മലയാളീകരിക്കല്ലേ. എനിക്ക് മലയാളം താല്പര്യമില്ല എന്ന് പറയാൻ കേട്ടോ. നമ്മൾ ഇംഗ്ലീഷ് തന്നെ പഠിക്കണം. ഓക്കെ, അങ്ങനെ തന്നെ പഠിക്കണേ. നിങ്ങൾ മീനിങ് നോക്കുമ്പോൾ സിനോണിം നോക്കിയാൽ മതി. സിനോണിം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു അല്ലെ സിനോണിം നോക്കാൻ അറിയാൻ പറ്റുന്നതായിരിക്കും. മനസ്സിലായോ? അത് ഞാനാ. ഓക്കെ, എന്റെ ഹസ്ബൻഡ് ജോബ് എന്താ? എന്തൊക്കെ ചോദ്യമാണ് നോക്കി. ക്വസ്റ്റ്യൻ ഇതൊക്കെ റെലവൻസ് ആണ്. ആള് പുറത്തായിരുന്നേ, ഇപ്പൊ നാട്ടില് തിരിച്ചു വന്നു. പിന്നെ പുറത്തോടും കൂട്ടിയില്ല. നാട്ടിൽ ചുമ്മാ അലവൻസിന്റെ ജോലി ഇങ്ങനെയൊക്കെ ചെയ്ത് നടക്കുന്നു. പോകുമല്ലോ, പെട്ടെന്ന് തന്നെ പോകും. എക്സാം ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? എക്സാം ഇംഗ്ലീഷിലാണ്. MCQ ടൈപ്പ് അല്ലേ? ഓപ്ഷൻസ് ഉണ്ടാകും. ഇങ്ങനെയാണ് എക്സാം വരുന്നേ. ഓക്കെ, അത്രയ്ക്കുള്ള. ഞാൻ പറ്റുന്നല്ലേ പോകണ്ടേ? മണ്ണകൾ പോയി. ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കും. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് ക്ലാസ്. പോയാലോ? ഞാൻ പോകും, എനിക്ക് പോണം. ഇന്ന് ഭയങ്കര ടയർഡായി. കുറച്ച് സൗണ്ടൊക്കെ കൂടി. എനിക്ക് ഭയങ്കര സ്ട്രെയിൻ വന്നു. റെസ്റ്റ് വേണം എനിക്ക്. റെസ്റ്റ്. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് ക്ലാസ്.